ഇതെന്താ നീ ഒരു പ്ലേറ്റ് മാത്രമാണ് ഉണ്ടാക്കിയത്? ഒരു കാര്യം ചെയ്യ്, ഒരു പ്ലേറ്റ് കൂടി ഇതാരാ സുബ്ബു? കൊടുക്കണം. വേഗം വരൂ. ചെറിയച്ഛ, ദാ വന്നു. നോക്ക് നിന്റെ പ്രിയപ്പെട്ട സുബ്ബു. ചെറിയമ്മേ, എന്താ പറ്റി? എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? എന്തിനാ വരാൻ പറഞ്ഞേ? ഹാ, എമർജൻസി തന്നെയാ. പക്ഷെ ആദ്യം നീ ലഡു കഴിക്ക്. അതെ കഴിക്കേ. ഇത് കേൾക്ക്, നമ്മുടെ ചേട്ടൻ അച്ഛന്റെ സ്ഥലം വിറ്റില്ലേ? അതിൽ എനിക്കും ഒരു ഷെയർ കിട്ടി. സോ ഐ ആം റിച്ച് നൗ, യു നോ. ഇല്ല, പാർട്ടി ഒന്നുമില്ല മോനെ. എനിക്ക് ഈ പൈസ മുഴുവനും ഇൻവെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, എന്റെ പൈസ മുഴുവനും മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യേ. തീർച്ചയായും. കുറച്ച് ഞാനും എന്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടെ. വേണ്ട, ഈ പൈസ എന്റെയാണ്. ഇത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷനും എന്റേതായിരിക്കും. അല്ലേ സുബ്ബു? തീർച്ചയായും. എങ്കിൽ ശരി പറ. ചെറിയമ്മേ, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഉണ്ടാക്കാം. എന്നിട്ട് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ വഴി ഇൻവെസ്റ്റ് ചെയ്യാം. അതെ, ഒന്നിവിടെ വരൂ. ഈ പ്ലാൻ ഒന്ന് കേൾക്കൂ. സുബ്ബു ഇദ്ദേഹത്തോട് പ്ലാൻ പറയൂ. ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ആദ്യം നമ്മൾ നിങ്ങളുടെ പൈസ ഡെറ്റ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിനുശേഷം പതുക്കെ ഓവർ ടൈം നമ്മൾ ഇതിനെ ഇക്വിറ്റി ഫണ്ട്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത് കാരണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിന് ലോങ് ടേം ഗ്രോത്ത് ഉണ്ടാവുന്നു. അപ്പോ നമ്മൾ ഒരുമിച്ചൊരു വലിയ തുക ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് റിട്ടേൺസും കൂടുതൽ കിട്ടില്ലേ? അങ്ങനെ സംഭവിക്കാം. എന്നാൽ വിപണിയിലെ അസ്ഥിരതകൾ കാരണം നിങ്ങളുടെ ക്യാപിറ്റൽ ഇംപാക്ട് ആവാനും സാധ്യതയുണ്ട്. ഓഹോ, അപ്പൊ പിന്നെ? അല്ല, ഇതിലും നല്ലത് ഞാൻ എന്റെ ബിസിനസ്സിൽ ഇടുന്നതാണ്. സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ വഴി വിപണിയിലെ അസ്ഥിരതകളും മാനേജ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഈ ട്രാൻസ്ഫർ പ്രോസസ് നിങ്ങളുടെ തുക മുഴുവനും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ആവുന്നത് വരെ നിങ്ങളുടെ പൈസയ്ക്ക് ഡെറ്റ് ഫണ്ട്സിൽ നിന്ന് ചെറിയ ഗ്രോത്ത് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ചെറിയമ്മേ, യോർ മണി വിൽ നോട്ട് ബി ഐഡിയൽ. ഇറ്റ് വിൽ സ്റ്റിൽ ബി വർക്കിംഗ് ഫോർ യു. മനസ്സിലായില്ലേ? കൊള്ളാലോ സുബ്ബു, ഈ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ നല്ലതാണല്ലോ. സുബ്ബുവിന്റെ ട്രാൻസ്ഫർ പ്ലാൻ ആണ് നല്ലത്, ഇതല്ല. സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനും നല്ലതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.